എന്റെ പൊന്നളി അവിടെ അങ്ങ് ഒരു കിഴക്കേമില്ല, അങ്ങോട്ടൊന്നും വരരുത്. ഒരു പട്ടിക്കട തിന്നാനെങ്കിൽ ഒരു നല്ല കട പോലും ഇല്ല. NRIs ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അവർക്ക് ഈ ഫണ്ട് കൂടുതലായിട്ടുള്ള എന്ത് കൊള്ളാത്ത സാധനം കൊടുത്ത് ഇവരങ്ങ് തിന്നും. നമ്മളെ തിരുവല്ല ഞാൻ കാണും, ഞാൻ വീഡിയോ കണ്ടിട്ടിരിക്കുക. എൻ്റെ പൊന്നളിയെ അവിടേക്കൊന്നും വിടല്ല, അതൊരു പട്ടിക്കാണത്. എൻ്റെ പൊന്നുമോളെ നീ എവിടെ നിന്ന് വന്നേ ഇത്? നിൻ്റെ ഡാഡി എവിടെയാണ്? നിൻ്റെ ഗ്രാൻഡ് പ എവിടെയാണ്? നിൻ്റെ ഗ്രാൻഡ് മ എവിടെയാണ്? ശരിക്കും നീ എവിടെ? നീ തിരുവല്ല എന്ന് കുറച്ച് പടിഞ്ഞാട്ട് മാറി ഏതോ പൊടിയാടിയാണെന്ന് തോന്നുന്നു. ആൾക്കാരിപ്പോൾ ഇങ്ങനെ പറയുന്നു. അവിടെ ഒരു വീട്ടിൽ നിങ്ങളുടെ വീട്ടിലിരുന്ന് മൊബൈലിൽ നോക്കി സ്ട്രീമിങ് ചെയ്യുന്നൊരു കുട്ടിയല്ലേ? നിനക്ക് തിരുവല്ലയെക്കുറിച്ച് എന്തറിയാം? തിരുവല്ലയിൽ നിന്ന് നമ്മുടെ ഈ ലോകത്തിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് ഓരോ ദിവസം തിരുവല്ലയിൽ ഈ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റുകൾ, ഈവൻ തട്ടുകട വരെ വളർന്നു പോകുന്നത്? മോശം ഫുഡായതുകൊണ്ടാണ്, നല്ല ഫുഡായതുകൊണ്ടല്ലേ? കേരളത്തിൻ്റെയും ലോകത്തിൻ്റെയും പല ഭാഗത്തുള്ള ആൾക്കാർ തിരുവല്ലയിൽ കൂടെ പാസ് ചെയ്യുമ്പോഴും തിരുവല്ലയിൽ വന്ന് ജോലി ചെയ്ത് താമസിക്കുന്നവരെല്ലാവരും ഈവനിങ് തിരുവല്ലയിൽ നല്ല ഫുഡ് കഴിക്കുന്നുണ്ട്. ഓരോ 36 വർഷം പഴക്കമുള്ള നല്ല ഹോട്ടലാണ്. മോക്കറിയില്ല, മോടെ അപ്പൂപ്പനോടൊന്ന് ചോദിച്ചാൽ മനസ്സിലാവും. ചുമ്മാ എയറിലേക്ക് പോകുമ്പോഴേ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ ഒരു നാടിനെയോ ഒരു സംസ്കാരത്തെയോ അല്ലെ അവരുടെ രീതികളെയൊക്കെ ഇങ്ങനെ വിമർശിക്കുമ്പം കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. നീ എന്താ പറയുക, അൾട്രാസിയിലെ മന്തി കൊള്ളാമെന്ന്? മന്തിയല്ല, ചന്തിയും കൂടെ കൊള്ളാം അൾട്രാസിയിൽ. എന്തോ നാടേ ഇതൊക്കെ? ഈ കീടമൊക്കെ എവിടെ നിന്ന് വരുന്നതാണ്? വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ ഒന്നും കഴിക്കാറില്ല. ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സും തിരുവല്ല ടൗണിൽ നിന്ന് മേടിച്ചില്ല. എനിക്കറിയാം, ചാലക്കുടി ബസാർ 133 50 പൈസയ്ക്ക് കിട്ടുന്ന ഉടുപ്പല്ല നീ ഇട്ടിരിക്കുന്നത്, എനിക്കറിയാം. ഈ തിരുവല്ല നിനക്ക് പുച്ഛമാണ്. നീ സമയമില്ല, ഞങ്ങൾ പോവാം, ഷൂട്ടിനിടയിലാണ് പറഞ്ഞത്. ബാക്കി പിന്നെ പറയാം. ഓക്കെ.